ഹായ് വെൽക്കം ഓൾ ടു വിന്നേഴ്സ് ആൻഡ് ടെക് ഹബ് ക്ലാസ്സസ്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ സെഷനിൽ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. 2025 എന്ന് പറയുന്ന പുതുവർഷത്തിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. അപ്പോൾ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് നമുക്കിപ്പോൾ 2-3 എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റേജിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇനി പ്രിപ്പറേഷൻസ് തുടങ്ങാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ സീരീസുമായിട്ടാണ് വിന്നേഴ്സ് ആൻഡ് ടെക് ഹബ് ക്ലാസ്സസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം 2023-2024 വർഷങ്ങളിൽ മെക്കാനിക്കൽ ബിടെക് ഡിപ്ലോമ ലെവലിൽ ഒരുപാട് എക്സാമുകൾ കഴിഞ്ഞിരുന്നു അല്ലേ. നമുക്ക് 2023 നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ ലെവലിൽ നമുക്ക് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അതേപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പോലെയുള്ള എക്സാമുകൾ, ഓവർസിയർ ഗ്രേഡ് 1 ഇറിഗേഷൻ ഒക്കെ കഴിഞ്ഞു. ബിടെക് ലെവലിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പോളിടെക്നിക് ലെക്ചർ എക്സാം, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ എക്സാം അല്ലേ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, അതേപോലെ 2024 ഗ്രേഡ് 1 ഇൻസ്ട്രക്ടർ ഇൻ എഞ്ചിനീയറിംഗ് കോളേജസ്, അതേപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ, ഇങ്ങനെയുള്ള ഒട്ടനവധി എക്സാമുകളാണ് 2023-24 വർഷങ്ങളിൽ കഴിഞ്ഞത്. അപ്പോൾ ഈ എക്സാമുകളുടെ ഒക്കെ ക്വസ്റ്റ്യൻസുകൾ നമ്മളൊന്ന് കളക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ അല്ലേ, പല സബ്ജക്റ്റിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് PYQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വൺ ഓഫ് ദ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റേജിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ സീരീസ് ചെയ്യുക എന്നുള്ളത് വിന്നേഴ്സ് ആൻഡ് ടെക് ഹബ് ക്ലാസ്സസിന്റെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ റോയൽ ബാച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ റോയൽ ബാച്ച് നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്തു. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ റോയൽ ബാച്ചിലൂടെ ഇനി വരാൻ പോകുന്ന മെക്കാനിക്കൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും വേണ്ടി വിന്നേഴ്സ് ആൻഡ് ടെക് ഹബ് ക്ലാസ്സസ് ഈ ഒരു വീഡിയോ സീരീസ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം 2023-2024 ഞാൻ ഈ പറഞ്ഞ ഒരുപാട് എക്സാമുകൾ കഴിഞ്ഞു. ഇതിനകത്തൊക്കെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് കേരള PSC സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസുകൾ കിട്ടും. അതിന്റെ ഫൈനൽ ആൻസർ കീം ഒക്കെ സൈറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ സൊല്യൂഷൻസ് ആണ് നമുക്ക് ആർക്കും എന്ത് ചെയ്യുക, അറിഞ്ഞുകൂടാത്തത് അല്ലേ. അപ്പോൾ ആ സൊല്യൂഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ 2023 നടന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ എക്സാം എടുക്കുകയാണെന്ന് വിചാരിക്കാം. ആ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷനിൽ നമുക്കറിയാം നമുക്ക് 100 മാർക്കുള്ള ചോദ്യങ്ങൾ അല്ലേ എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ ചെയ്യാൻ പോകുന്നത് AE ഇറിഗേഷൻ എന്ന് പറയുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നമ്മൾ സബ്ജക്ട് വൈസ് ഡിവൈഡ് ചെയ്ത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, തെർമൽ എഞ്ചിനീയറിംഗ്, അതേപോലെ പ്രൊഡക്ഷൻ ടെക്നോളജി, മെറ്റീരിയൽ സയൻസ്, അങ്ങനെ സബ്ജക്ട് വൈസ് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഫോൾഡർ ഉണ്ടാവും. അതിനുള്ളിൽ നിങ്ങൾക്ക് ഇപ്പോൾ തെർമൽ എഞ്ചിനീയറിംഗിന്റെ 10 ചോദ്യങ്ങളാണെങ്കിൽ മേ ബി രണ്ടോ വീഡിയോസ് ആയിട്ട് നമ്മൾ ആ 10 ക്വസ്റ്റ്യൻസിന്റെയും വിത്ത് സൊല്യൂഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ആ ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസുകൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് 2023-24 കഴിഞ്ഞ ഓൾമോസ്റ്റ് മിക്ക എക്സാമുകളുടെയും ക്വസ്റ്റ്യൻസുകളും അതിന്റെ സൊല്യൂഷൻസും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇനി 2025 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കണ്ടന്റ് നമ്മൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് വേണ്ടി വരാൻ പോകുന്ന എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടി നമ്മളൊരു പുതിയ ടെലിഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എക്സാമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റ്സുകളായിരിക്കും നമ്മൾ ആ ഒരു ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസ് PYQ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മൾ ആ ഒരു ചാനലിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സസുകൾ യൂട്യൂബിൽ അപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലിങ്ക്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ചാനലിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്യാം. മാക്സിമം എല്ലാ ഉദ്യോഗാർത്ഥികളും ആ ഒരു ചാനൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സുകൾ, നിങ്ങളെ എക്സാമുകൾക്ക് സഹായിക്കുന്ന ഒരുപാട് ടിപ്സുകളൊക്കെ നമ്മൾ ആ വീഡിയോസുകളിലായി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷന് അതൊരു ബൂസ്റ്റപ്പ് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ താങ്ക് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.